എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് എന്താണെന്നറിയോ? ഇത് തേൻ നെല്ലിക്കയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെന്താണെന്നുള്ളത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയായിരിക്കും വേണമെങ്കിൽ, എങ്കിലും ഞാൻ ചെയ്തത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. അവരിതൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ബോട്ടിൽ മേടിക്കാറ്. 250 മറ്റോ തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് റേറ്റ് അറിയില്ല. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കി. അത് നല്ല ടേസ്റ്റായിട്ട് ഇപ്പോൾ കണ്ട നെല്ലിക്ക എൻ്റെ മുകളിലിരിക്കുന്നത് ഞാനിട്ട കരയാൻ പോവുക. നല്ല മണം, വൈൻ്റെ ഒക്കെ ഒരു മണം വരണം. ഓക്കെ, അപ്പോൾ നമുക്കത് കാണാം. നെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 15ഓളം നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവിയിൽ നമുക്കൊന്ന് വേവിക്കാം. അത് കുറച്ച് സമയം ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ, സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കുക്കറിൻ്റെ ഉള്ളിൽ ഞാൻ ഇഡ്ഡലിയുടെ തട്ട് വെച്ചിട്ട് അങ്ങനെയാണ് ആവി കയറ്റിയെടുക്കുന്നത്. ആവി കയറ്റിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 150 ഗ്രാമോളം ശർക്കര, നല്ല വലിയ ശർക്കരയാണ്, ബ്ലാക്ക് കളറിലുള്ള ശർക്കര. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നത് പാനിയാക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം അത്. പിന്നെ നമ്മുടെ നെല്ലിക്ക ആവി കയറി, അപ്പോൾ അത് നമുക്ക് എടുത്ത് നോക്കാം. നമ്മളുടെ നെല്ലിക്ക നല്ല സോഫ്റ്റായിട്ട്, ഇത് നമുക്ക് ഒരു എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നിറച്ച് ഹോൾസുകൾ ഉണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളുടെ ശർക്കര തിളച്ച് നല്ല ഇതായി. പിന്നെ അങ്ങനെ മുകളിൽ വന്ന കരടുകളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അങ്ങനെ വലിയ കുഴപ്പമില്ല, ഇതിന് പ്രത്യേകിച്ച് അരിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമുക്ക് പട്ട, കരയാമ്പൂ, ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുക്കാം. പട്ട എൻ്റെ ഇതിൽ വളരെ കുറവായിരുന്നു. എല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് ഇറങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ നെല്ലിക്കൊക്കെ, ആ നെല്ലിക്ക മൊത്തം ഇതിലിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത്, ഇതിപ്പോൾ മധുരം നന്നായിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ടാലിയാക്കാൻ വേണ്ടി ഒരു നുള്ളുപ്പും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് നമുക്ക് ഇതിൽ ഒഴിക്കണം കേട്ടോ. അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി കഴിഞ്ഞു. ഇനി ഇതൊന്ന് കുറുതായി ഇങ്ങനെ വറ്റി ഒന്ന് ഒരു നല്ലൊരു പരിവാകുമ്പോൾ നമുക്കിത് ഈ ശർക്കര നീരുണ്ടല്ലോ, അത് കുറച്ചൊന്ന്, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ശർക്കര പാനിയാക്കിയത്. അപ്പോൾ ആ ശർക്കര ഒന്ന് കുറുതാവണം. ഒന്ന് കുറുതായി കഴിയുമ്പോൾ ശരിക്കും ഇത് കോട്ടിങ്ങായി നന്നായി പിടിച്ച് നമുക്ക് അത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു നുള്ളു ഉപ്പും ചെറുനാരങ്ങ നീരും ചേർക്കാം. ഇപ്പോൾ കണ്ട, ഇപ്പോൾ നമ്മൾ ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്തു. ഇനി ഇതിപ്പോൾ നമ്മൾ കുത്തി ഹോളാക്കിയതിൻ്റെ ഇതാണ്. അതിലൂടെ ഇനി 2 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ അതിങ്ങനെ നീര് മുഴുവതിലിറങ്ങും. അങ്ങനെ ഇതൊന്നും കൂടി കുറുതാവട്ടെ കേട്ടോ. അപ്പോൾ കണ്ട, നമുക്ക് ഇത്രയ്ക്കല്ല ആയിട്ടുള്ളൂ. കണ്ട, കുറച്ചും കൂടി ഒന്നൊരു കുറുതാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇത് ചൂടാറുമ്പോൾ നമുക്കിതിൽ തേൻ ഒഴിക്കണം. തേൻ കൂടി ഒഴിച്ചാലാണ്, ഇത് ഞാനിപ്പോൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാക്കാൻ ഒരു റെസിപ്പിയാണിത്. അതായത് നമ്മൾ ശർക്കര നീരും തേനും മാത്രമാണ് ചേർക്കണം. ഷുഗർ, അതായത് പഞ്ചസാര നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. പഞ്ചസാര എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. പക്ഷെ ഇപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേനാണ് ഏറ്റവും ബെറ്റർ. പഞ്ചസാര ആകുമ്പോൾ തേൻ ചേർക്കില്ല. പക്ഷെ തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ തേനാണ്. നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ചിട്ട് തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ട് കിട്ടണതൊക്കെ ഈ ശർക്കര നീരും പഞ്ചസാരയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വയനാടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ മോൻ കൊണ്ടുവന്ന തേൻ ഇരിപ്പുണ്ട്. അപ്പോൾ ആ തേൻ ലാസ്റ്റ് ചൂടാറുമ്പോൾ അതിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. അങ്ങനെ നമ്മൾ ഇട്ട് വയ്ക്കുന്ന തേൻ ഞാൻ മുന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ആ തേന് നമുക്ക് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റും. അത് തേൻ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഓരോ സ്പൂൺ തേനുമായിട്ട് ഒരുമിച്ച് കൊടുക്കാം.
അത് അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുതാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ച് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇതൊന്നും കൂടി കട്ടിയാവും ചെയ്യും. നമ്മളിത് ചെറിയ തീയിലാണ് കേട്ടോ, സിമ്മിലിട്ടിട്ട് വേണം അത് എപ്പോഴും ചെയ്യാനായിട്ട്, ഇങ്ങനെ സെറ്റാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് തീ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കര മാത്രമായതുകൊണ്ട് പതഞ്ഞ് പൊന്തും ചെയ്യും, പിന്നെ അടി പിടിക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും. അപ്പോൾ കുഴപ്പമില്ല, നല്ല കറക്റ്റായിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തീയൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തണുക്കുമ്പോൾ നമുക്ക് തേൻ ഒഴിക്കാം. നമ്മളുടെ തേൻ നെല്ലിക്ക റെഡിയായി. ഇനി നമുക്കതിൽ കുറച്ച് തേനും കൂടി ഒഴിച്ചിട്ട് കുപ്പിയിലേക്ക് വെക്കാം. അത് 2-3 ദിവസം കഴിയുമ്പോഴാണ് അത് ശരിക്കും നല്ല ടേസ്റ്റായിട്ട് വരിക. നമ്മുടെ തേൻ നെല്ലിക്കയുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല തേനുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, ആ തേൻ ഒഴിക്കാം. നമ്മൾ പഞ്ചസാരയൊന്നും ഉപയോഗിക്കാണ്ട് ശർക്കരയാണ് കൂടുതൽ ഉപയോഗിച്ചത്. പിന്നെ ഈ തേനും ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. കഴിഞ്ഞു തേൻ. അതൊരു 2-3 ദിവസം ഇരിക്കുമ്പോഴാണ് അത് നല്ല ഉള്ളിലേക്കൊക്കെ പിടിച്ച് നല്ലതാവുക. ഇപ്പോൾ നമ്മളെടുത്ത് കഴിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു കനപ്പ് പോലെ തോന്നും. അത് കണക്കാക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഉള്ളിൽ കയറി അതിൻ്റെ സിറപ്പൊക്കെ നന്നായി ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല സ്വീറ്റായിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടത്തിനാവും. ഓക്കെ, എങ്ങനെയുണ്ട്? കഴിച്ച് നോക്കിയിട്ട് പറയാം. സൂപ്പറായിട്ടുണ്ട് അല്ലേ? നല്ല. നിങ്ങൾ ഇന്നാൾ വാങ്ങിച്ചേക്കാളും രസമല്ലേ ഇത്? ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നെല്ലിക്ക ഭയങ്കര ഹാർഡായിരുന്നു, കടിച്ചിട്ട് കിട്ടിണ്ടായിരുന്നു. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നമുക്ക് കടിക്കുമ്പോ തന്നെ ഒരു ഹാർഡില്ല, അല്ല നല്ല ഈസി ആയിട്ടത് കടിച്ചെടുക്കാം. കൂരൊക്കെ സെപ്പറേറ്റ് ആവുന്നുണ്ട്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോ ഒറിജിനല് നെല്ലിക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായില്ലേ? നമ്മള് പഞ്ചസാര ചേർത്താണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിന്റെ ജ്യൂസൊക്കെ ഒരു സ്പൂൺ എടുത്ത് കുടിച്ചാൽ ദിവസം കൊടുത്താൽ നല്ല വിശപ്പുണ്ടാവും കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു പറയേ. താങ്ക് യു.